അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിയായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹുവിന്റെ കൊട്ടാരാണ് ഈ കാണുന്നത്. ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോളം പഴക്കം ചെന്ന ഒരു കൊട്ടാരാണ് ഈ കാണുന്നത്. അതായത് വാദി അക്കീക്ക് താഴ്വരയിലാണ്. ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കിണറും ഉണ്ട്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹുവിന്റെ പേരിൽ ഈ കിണറും ഈ കൊട്ടാരൊക്കെ ഇപ്പോഴും പഴയ കാലത്ത് എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷമായിരുന്നു ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹുവിന്റെ ജീവിതകാലം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് ഒരുപാട് ഹദീസുകൾ ആയിഷ ബീബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹുവിനാണെന്ന് പറയപ്പെടുന്നത്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പണ്ഡിതനായ ഒരു വ്യക്തി തന്നെയായിരുന്നു ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു. ഈ ഒരു കൊട്ടാരത്തിന് വേറൊരു ചരിത്രമുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഇവിടെ വന്ന് ഒരു വിരുന്ന് വന്ന സമയത്ത് ഒരുപാട് വിഭവങ്ങൾ കണ്ട സമയത്ത് കുട്ടി കരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെയും കാലത്തൊന്നും ഇതുപോലെ വിഭവങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു പോയി എന്നൊക്കെ പറയുന്ന ഈ ഒരു കൊട്ടാരത്തിൽ വെച്ചിട്ടാണ്. ഒരുപാട് ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലം തന്നെയാണ്. ഇപ്പോഴും ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. ഇതിന്റെ ഉൾഭാഗങ്ങളൊക്കെ ഇപ്പൊ ഇതുവരെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം ഇനി ഏറി വന്ന 2-3 മാസം കൊണ്ട് ഇതിന്റെ ഉള്ളൊക്കെ നമുക്ക് കയറി കാണാൻ പറ്റുന്ന രൂപത്തിൽ ഫുൾ ഉണ്ട് സർക്കാർ തന്നെ. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ, മദീനയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യണം. ഈ ഒരു കിണറിൽ ഇപ്പോഴും വെട്ടാത്ത വെള്ളം കാര്യങ്ങളുണ്ട്. മദീനയിൽ തന്നെ ഏറ്റവും നല്ല വെള്ളം കിട്ടിയിരുന്ന ഒരു കിണറിൽപ്പെട്ട ഒരു കിണറായിട്ടില്ല ഈ ഒരു കിണർ. എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ മറക്കണ്ട.